ബാലരാമപുരത്ത് 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ അമ്മയുടെ ആങ്ങള, അതായത് കുഞ്ഞിൻ്റെ അമ്മാവനും അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള വാട്സപ്പ് സന്ദേശം വന്നപ്പോഴാണ് അതിനേക്കാളും വലിയ ട്വിസ്റ്റ്. അമ്മയും അമ്മാവനും, അതായത് ആങ്ങളെയും പെങ്ങളും തമ്മിൽ വഴിവിട്ട ബന്ധം. അതിന് തടസ്സമായിട്ടുള്ള കുഞ്ഞിനെയാണ് അവർ കിണറ്റിലെറിഞ്ഞ് കൊന്നേക്കുന്നത്. 2025 തുടങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെ വെറൈറ്റി ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ ഒന്നും ജീവിക്കാൻ അനുവദിക്കരുത്. അവരവിടെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊള്ളണമെന്നാണ് പറയാനുള്ളത്. സ്വന്തം ചോരേനെ പോലും ആ ഒരു രീതിയിൽ കാണുന്നവരൊക്കെ എന്താണ് പറയണ്ടേ. പിന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഇങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ അവരുടെ അമ്മയ്ക്കും തീർച്ചയായിട്ടും ഒരു ബന്ധം അറിയാൻ ചാൻസ് ഉണ്ട്. പോലീസ് ആ രീതിയിലൊന്ന് അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ രീതിയിലുള്ളൊരു വൃത്തികെട്ട ബന്ധത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ആ കുഞ്ഞിനെ കൊന്നത്? ഒരു സൈഡിൽ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നവർ, വേറൊരു സൈഡിൽ ഇതുപോലത്തെ ആളുകൾ അവരുടെ സുഖത്തിന് വേണ്ടി അവരുടെ കുഞ്ഞിനെ കൊന്നു കളയുന്നു. എനിക്ക് നമ്മുടെ നിയമത്തോടൊരു കാര്യം പറയാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആ ജയിലിലെ സൗകര്യമൊന്നും കുറച്ചാൽ നന്നായിരിക്കും. എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ജീവപര്യന്തം കൊടുത്ത് അങ്ങോട്ടേക്ക് തള്ളിവിടും. എന്നിട്ട് നല്ല അടിപൊളി ഫുഡും കൊടുത്ത് മീനിക്ക് പുറത്തേക്ക് ഇറക്കി വിടും. നിങ്ങളുടെ ഈ സൗകര്യങ്ങളുടെ കൂടുതൽ കൊണ്ടായിരിക്കും ഇപ്പോൾ ആളുകൾ ക്യൂവിലാണ് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. ദയവ് ചെയ്ത് അവിടെ സൗകര്യങ്ങളൊന്ന് കുറച്ചായിരുന്നെങ്കിൽ ആളുകളെ തള്ളിക്കയറ്റം ഒന്ന് കുറയ്ക്കാൻ പറ്റുമായിരുന്നു.